ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ പറയുന്നത് കൽത്തപ്പം എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. ആ ഒരു പാനിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. പണ്ട് അമ്മയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ വീട്ടിൽ. നമ്മുടെ വീട്ടിൽ വെല്ലം ഇട്ടിട്ട് ഉണ്ടാക്കുന്നില്ലെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഉണ്ടാക്കാം. കാരണം നമ്മൾ അരച്ച ബാലൻസ് വരുന്ന അരപ്പൊക്കെ ദോശക്കൊക്കെ അരച്ച അരപ്പ് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മനസ്സിലാവും. അപ്പം നമുക്ക് രാവിലെ ചായക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ. ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാണ്ട് നമ്മൾ ചായക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന സമയം അതിൽ മധുരമൊന്നും ചേർക്കാതെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വെല്ലമൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ശർക്കര തണുത്ത് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് കുറേ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനത് ഉരുക്കുമ്പോൾ തന്നെ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കോലുകളൊക്കെ. ഓരോരോ ശർക്കരയിൽ അങ്ങനെ കാണാറില്ല. ഓരോരോ ശർക്കര നല്ലതായിരിക്കും. കണ്ടോ, ഇത്രയും പൊടിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെച്ച ശേഷം അപ്പം ഉണ്ടാക്കാനുള്ള അരി അരക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പച്ചരിയാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അരക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് 2 ലെയറായിട്ടാണ് ഇറക്കുന്നത്. ആദ്യത്തേൽ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നെയ്യ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ലാസ്റ്റ് രണ്ടാമത്തെ ലെയറും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പച്ചരി വെള്ളത്തിലിടുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പുഴുങ്ങലരിയും കൂടി ഇട്ട് കൊടുക്കാം. അതും നമുക്ക് അപ്പം സോഫ്റ്റ് ആവാൻ നല്ലതാണ്. അല്ലെങ്കിൽ അപ്പം നമുക്ക് ചോറ് ചേർക്കണം എന്നില്ല. പച്ചരി കൂടെ കുറച്ച് പുഴുങ്ങലരിയും കൂടി ഇട്ട് കൊടുത്താലും അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇപ്പം ഞാൻ ഇത്രയും കൂടി നന്നായിട്ട് രണ്ടാമത്തെ ലെയറും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഒട്ടും തന്നെ വെയിറ്റ് ഒന്നും ചെയ്യണ്ട കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ബാക്കിയുള്ള ശർക്കരയും കൂടി അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒരുപാട് ലൂസാക്കി എടുക്കാതിരുന്നാൽ മതി. കുറച്ച് കട്ടിയും കുറച്ച് ലൂസും അങ്ങനെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് തടുക്കുന്നത്. ഇങ്ങനെ വെളുത്തിട്ട് കാണുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. എന്നിട്ട് നമ്മൾ അപ്പച്ചമ്പ് വെക്കുക. അതിൽ അടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ തട്ട് വെച്ച് കൊടുക്കുക. തട്ടിൽ പാത്രം വെച്ചിട്ട് ഈ അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പച്ചമ്പിൻ്റെ അടപ്പ് അടച്ചു വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ വേവിച്ചെടുക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അപ്പം ഇനി പുറത്തെടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പം ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുന്നുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റുമാണ്. ചോറൊക്കെ ഇട്ടതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല മധുരമുണ്ട്. പിന്നെ ഏലക്കീരൊക്കെ ആ ടേസ്റ്റും ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി കുടിച്ചാൽ സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. ബൈ.